ഖാലിദ് മഞ്ചേരിക്കാരനായ ഒരു INL നേതാവോ പ്രവർത്തകനോ ആയിട്ടുള്ള ആൾ. അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ പലപ്പോഴും കേൾക്കലുണ്ട്. ഇടതുപക്ഷത്തെയും CPM-നെയും മുഖ്യമന്ത്രിയെയും CPM-ൻ്റെ നേതാക്കളെയും ആ പാർട്ടിയിൽപ്പെട്ട ആര് എന്ത് ചെയ്താലും അതൊക്കെ ശരിവെക്കുകയും അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കുകയും ചെയ്യാത്ത ഈ ഖാലിദ് മഞ്ചേരി ലീഗിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ളതും ഇല്ലാത്തതുമായ എന്ത് കഥകളും, അല്ലെങ്കിൽ ഒരു തെളിവുമില്ലാത്ത വെറും ആരോപണങ്ങൾ മാത്രം, അല്ലെങ്കിൽ പോലീസ് അന്വേഷിച്ച് വിജിലൻസ് അന്വേഷിച്ച് അല്ലെങ്കിൽ മറ്റുള്ള കോടതികളൊക്കെ തള്ളിക്കളഞ്ഞ കേസുകൾ, അതൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് ലീഗിൻ്റെ പേരിൽ വീണ്ടും വീണ്ടും ഇല്ലാത്ത ആരോപണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക, അങ്ങനെ തൊള്ളയിലെ പുളി തീർക്കുക, ലീഗിനോടുള്ള ആ വെറുപ്പ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ലീഗ് നേതാക്കളോടുള്ള ആ കുശുമ്പും കുന്നായ്മയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ ഖാലിദ് മഞ്ചേരി. അയാളുടെ ഒരു പുതിയ വീഡിയോ ഇന്നലെ കേൾക്കാനിടയായി. അത് PK ഫിറോസിൻ്റെ അനിയൻ PK ബുജൈർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണം സഖാവായ നിയാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഫോൺ ലിസ്റ്റിലോ കോണ്ടാക്റ്റിലോ ഒക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ നമ്പറോ മെസ്സേജോ ഒക്കെ ഉള്ള കാരണത്താൽ. അപ്പോൾ ഈ നിയാസ് എന്ന് പറയുന്ന ആൾ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഈ PK ബുജൈറുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകും എന്ന നിലക്കാണ് പോലീസ് അന്വേഷിക്കാൻ വേണ്ടി ചെന്നത്. പോലീസ് ഇദ്ദേഹത്തോട് കാര്യങ്ങൾ തിരക്കി ചെന്നപ്പം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇല്ലാത്ത കുറ്റമായതുകൊണ്ടോ എന്തോ അറിയില്ല, അദ്ദേഹം പ്രകോപിതനാവുകയും പോലീസിനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ഒക്കെ ചെയ്തു. പോലീസിൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി പോലീസിനെ പരിക്കേൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മയക്കുമരുന്നോ മറ്റ് കള്ളക്കടത്തോ ഒരു വിഷയവും അദ്ദേഹത്തിൻ്റെ പേരിൽ ആ കേസിൽ FIR ഇല്ല എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അതാണിപ്പോൾ സഖാക്കൾ കൊട്ടി ഘോഷിച്ചുകൊണ്ട് നടക്കുന്നത്. മയക്കുമരുന്നിൻ്റെ ആളാണ്, മദ്യത്തിൻ്റെ ആളാണ്, മയക്കുമരുന്ന് കച്ചവടമാണ്. ആ മയക്കുമരുന്നൊക്കെ വിൽപ്പന നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ടാണ് PK ഫിറോസിൻ്റെ ജീവിതം. PK ഫിറോസ് വീടുണ്ടാക്കിയത് അങ്ങനെയാണ്, സ്ഥലം വാങ്ങിയത് അങ്ങനെയാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ സഖാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സഖാക്കൾക്ക് വേണ്ടി പത്രസമ്മേളനം നടത്താനും പോസ്റ്റ് ഇടാനും ഒക്കെ KT ജലീലും മുൻപന്തിയിലുണ്ട്. പോരാത്തത് ബിനീഷ് കൊടിയേരിയുമുണ്ട്. ഇവർക്ക് രണ്ടാക്കും PK ഫിറോസിനോടുള്ള വൈരാഗ്യവും എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ബന്ധുവായ അദീബിന് ഇല്ലാത്ത ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടെന്ന് വരുത്തി തീർത്ത് മറ്റൊരാൾക്ക് കിട്ടേണ്ട ജോലി സ്വന്തം ബന്ധുവിന് വാങ്ങിക്കൊടുത്ത് അതിൻ്റെ പേരിൽ PK ഫിറോസ് നടത്തിയ പോരാട്ടത്തിൻ്റെ ഫലമായി മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന ആളാണ് KT ജലീൽ. KT ജലീലിൻ്റെ വാർത്താ സമ്മേളനം കേട്ടപ്പോൾ അയാൾ ഉണ്ടാക്കിയ വീടിൻ്റെ കടപ്പളും വീടിട്ടില്ല എന്നുള്ളതാണ് തോന്നിപ്പോവുക. അങ്ങനെയാണെങ്കിൽ DYFIക്കാരെ നിങ്ങൾ ആക്രി പൊറുക്കിട്ടോ മാക്രീനെ പിടിച്ച് വിറ്റിട്ടോ എന്തായാലും വേണ്ടില്ല കുറച്ച് പൈസ ഉണ്ടാക്കിയാണ്ട് ആ KT ജലീൽ നിങ്ങളൊരു പിന്നെ അദ്ദേഹത്തിൻ്റെ ബാങ്കിലെ കടോ വീടിൻ്റെ കടോ വേറെ വല്ല കടോ എന്തെങ്കിലുമൊക്കെ കടങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അതിന് അദ്ദേഹത്തെ ഒന്ന് സഹായിക്കാൻ വേണ്ടി നിങ്ങൾ മുന്നോട്ട് വരണമെന്നാണ് DYFIക്കാരോട് പറയാനുള്ളത്. അപ്പോൾ ഖാലിദ് മഞ്ചേരിക്കാരൻ പറയുന്നത് എന്താണ്? ഈ KT ജലീലിൻ്റെ ശാപമാണ് PK ഫിറോസിന്, ബിനീഷ് കൊടിയേരിയുടെയും ശാപമാണ് PK ഫിറോസിന് എന്നാണ് പറഞ്ഞത്. KT ജലീലിൻ്റെ ശാപവും ബിനീഷ് കൊടിയേരിയുടെ ഒക്കെ ശാപവും PK ഫിറോസിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു പുണ്യമായിട്ട് കണക്കാക്കുകയാണ്. ചുരുക്കത്തിൽ PK ബുജൈറിൻ്റെ അറസ്റ്റ് CPM-നെ ന്യായീകരിച്ച് ജീവിതം തുലക്കുന്ന INL-കാരനായ ഖാലിദ് മഞ്ചേരിക്കും എല്ലാ മാപ്പിള സഖാക്കൾക്കും ഒരു പാഠമാണ്. കുടുംബസമേതം കമ്മ്യൂണിസ്റ്റുകാരും സഖാക്കളുമായിട്ടുള്ള അലനെയും താഹയെയും ഒക്കെ അകത്താക്കിയവരിൽ നിന്ന് ഇങ്ങനെയൊക്കെ എല്ലാം പ്രതീക്ഷിക്കാം. മാപ്പിള സഖാക്കളും INL ഖാലിദ് മഞ്ചേരിയും ഒക്കെ കരുതിയിരിക്കുന്നത് നല്ലതാണ്.